കഴിഞ്ഞ ഫുട്ബോൾ ലോകകപ്പിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട പേരാണ് ലമീൻ യമാൽ. ലമീൻ യമാൽ കേരളത്തിലേക്ക് എത്തി. ആ സ്പാനിഷ് താരം ഇവിടെ ഓണം ആഘോഷിക്കാൻ എത്തിയ ഒരു ടർഫിൽ എന്നൊക്കെ അറിഞ്ഞാണ് നമ്മളിവിടേക്ക് എത്തിയത്. ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം ലക്ഷ്മി അമ്മാൾ. ശരിക്കും പേരെന്താ? അലൻ ജെയിംസ്. എത്രല്ല പഠിക്കുന്നത്? 10ാം ക്ലാസ്. 10ാം ക്ലാസ്സിൽ. എവിടെ? JHS പോരൂര്. ഇതിപ്പോഴേ എത്ര കാലമായി ഇങ്ങനെ ഈ ലമീൻ യമാലിന്റെ പേര് പറഞ്ഞിട്ട് ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട്? 1.5 വർഷം കൊണ്ട് എല്ലാവരും കൂട്ടുകാരൊക്കെ പറയുന്നുണ്ട്. 1.5 വർഷം. ഫുട്ബോൾ കാണാറുണ്ടോ? ഉണ്ട്. കളിക്കും? ക്ലബിലൊക്കെ ഉണ്ട്. SD3 സ്പോർട്സ് അക്കാദമി. ഇപ്പോൾ ഇത് ആദ്യമായിട്ടാണോ അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്നത്, ഇത്രയും വൈറലാവുന്നത്? അത് ഇൻസ്പയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ട്യൂട്ടർ വെച്ച് ഓണപരിപാടിക്ക് ഇടയ്ക്ക് നിഖിൽ സാറ് പകർത്തി വീഡിയോ, അതങ്ങനെ ഒരു വൈറലായി. ഈ നിഖിൽ സാറാണ് അലനെ പൊതുസമൂഹത്തിൽ പരിചയപ്പെടുത്തിയത്. നിഖിൽ സാർ നമുക്കിപ്പോൾ ചേരുകയാണ്. എങ്ങനെ ഇത് മനസ്സിലായത്? ഞങ്ങൾ കുറേ നാളുകളായിട്ട് ഈ വേൾഡ് കപ്പ് ആ ടൈമിൽ തന്നെ കുട്ടികളായാലും ഞങ്ങൾ ട്യൂഷനിലെ അധ്യാപകരായാലും അവനെ അത് വെച്ചാണ് കളിയാക്കുന്നത്. യമാലെന്ന് പറഞ്ഞുകൊണ്ടാണ് അവനെ വിളിക്കുന്നത്. അത് വീഡിയോ എടുക്കണം. ഞാൻ അത്യാവശ്യം ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ എടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ സമയം കിട്ടിയത് ഇൻസ്പയറിലെ ഓണാഘോഷത്തിനിടയിലാണ്. ഓണാഘോഷ പരിപാടിക്കിടെ ജസ്റ്റ് ഒന്ന് വിളിച്ച് അവൻ തിരിഞ്ഞു നോക്കുന്നൊരു വിഷ്വൽ, അത്രയും മാത്രമേ ഉദ്ദേശമുള്ളൂ. കേവലം 13-14 സെക്കൻഡ് മാത്രമുള്ളൊരു വീഡിയോ. അത് അന്നേരം അപ്ലോഡ് ചെയ്തു വൈകിട്ട്. നമ്മൾ വലിയ റീച്ചൊന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷേ പിറ്റേന്ന് നോക്കിയപ്പോൾ അത് 11 മില്യണായി. ഇപ്പം 12 മില്യണിലേക്ക് അടുക്കുകയാണ്. ഈ യമാൽ എന്നൊക്കെ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ലക്ഷ്മി അമ്മാൾ എന്ന് പറഞ്ഞാലാണ് കേരളത്തിലുള്ള ആളുകൾക്ക് അറിയുള്ളൂ അല്ലേ? നിങ്ങളൊക്കെ ഫ്രണ്ട്സാ? അധ്യാപകരാണ്. അതെ. ഞാൻ ഫിസിക്സ് അധ്യാപകനാണ്. ഇതേപോലെ ഒരു 10 സെക്കൻഡ് വീഡിയോ എടുത്ത് അവൻ വൈറലാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇപ്പോൾ പാൻ ഇന്ത്യ ആയി. അപ്പം ഇൻസ്പയറും ഹലനും തൂക്കിയോണം എന്നേ പറയാനുള്ളൂ. ഞങ്ങൾക്ക് വളരെ സന്തോഷം. ഈ തിരുവോണ ദിവസത്തിൽ ഇവൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ടർഫിൽ കളിക്കണം. ഒപ്പം രക്ഷിതാക്കളുണ്ട്. മകൻ വൈറലായി. ഭയങ്കര സന്തോഷം, അതിയായ സന്തോഷം. കാര്യം ഒപ്പം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നന്ദി പറയേണ്ടത് നിഖിൽ സാറിനോടാണ്. പിന്നെ ഇതിൻ്റെ ഈ സ്പോർട്സ് അക്കാഡമിയുടെ മുതലാളിയുണ്ട് ദീപു, ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ തന്നെയാണ്. പിന്നെ സ്കൂളിൽ കഴിഞ്ഞ വർഷവും സെലക്ഷൻ ഉണ്ടായിരുന്നു. ഈ വർഷവും സ്കൂളിൽ ഇതിൽ ഫുട്ബോളിൽ സെലക്ഷൻ ഉണ്ട്. 2 പേർക്കും ഉണ്ട്. ചേട്ടനും ഉണ്ട്, അനിയനും ഉണ്ട്. ചേട്ടൻ പിന്നെ +1 പഠിക്കുന്നു, അദ്ദേഹം 10ന് പഠിക്കുന്നു. ഈ സാധാരണ മക്കളൊക്കെ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ അമ്മമാരൊരു കടിഞ്ഞാണിടും, അതുണ്ടോ? ഇല്ല, ഞാൻ ഇതുവരെ 2 പേർക്കും കടിഞ്ഞാൺ ഇട്ടിട്ടില്ല. മൂത്ത മോനിൽ എനിക്ക് 10A+ കിട്ടുമെന്ന് നല്ല പ്രതീക്ഷയോടായിരുന്നു. ഇവരുടെ മനസ്സ് ഞാൻ വായിക്കുന്ന ഒരു രീതി എന്ന് വെച്ചാൽ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള രീതിയൊന്നും വീട്ടിലില്ലായിരുന്നു. പക്ഷേ ഇടയ്ക്ക് മോഡൽ എക്സാം ആയപ്പോൾ ഇയാൾക്കൊരു ചിക്കൻ ബോക്സ് വന്നപ്പോഴത്തേക്ക് ഇയാൾ ഇൻസ്പയറിൽ പോവാതാവുകയും, അതായത് ട്യൂട്ടോറിൽ പോവാതാവുകയും മോഡൽ എക്സാം എഴുതിയിട്ടില്ല. അങ്ങനെ ഇയാൾ ഇച്ചിരി ഒന്ന് ഉഴപ്പായി. അപ്പോഴേ ഞാൻ ആ 10A+ എന്നുള്ളതങ്ങ് മാറ്റി. എനിക്ക് ഉറപ്പില്ലാതായി. പക്ഷേ 8A+ കിട്ടി. അത് കിട്ടിയതും ഇൻസ്പയറിലെ അധ്യാപകരുടെ ആ ഒരു കഴിവ്. ഞാൻ എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ അങ്ങനെ അത്ര വലിയ പഠിക്കാൻ മിടുക്കരാണ്, അതുകൊണ്ട് കളിക്കാനും ഒരു വിലക്കുമില്ല. ഇല്ല, മിടുക്കരാണ്. അവരെ കൊണ്ട് കഴിയും, പഠിക്കാനും പറ്റും. പക്ഷേ അവരതിനായിട്ട് സമയം കണ്ടെത്തത്തില്ല. ട്യൂട്ടോറിൽ അധ്യാപകരുടെ ഒരു പ്രയത്നം കൊണ്ടാണ് അവരെന്തെങ്കിലുമൊക്കെ മാർക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ മോനിപ്പോൾ ഇളയ മോനാണ് വൈറലായിരിക്കുന്നത്. ഓണപരിപാടിക്ക്, അതായത് ഇൻസ്പയറിലെ ഓണപരിപാടിക്ക് ഇങ്ങനെ പോയി. ഞങ്ങൾ പോലും അറിഞ്ഞില്ല, എത്രയും പ്രതീക്ഷിച്ചില്ല. മോൻ വൈകിട്ട് വന്ന് കാണിച്ചപ്പോഴാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷെ ഞാനും അത്ര വലിയ കാര്യമാക്കിയില്ല. പിറ്റേന്ന് ഇങ്ങനെ സാറുമാരൊക്കെ ഇങ്ങനെ സന്തോഷം. എന്തായാലും ഇത് യമാലിന്റെ സുഹൃത്തുക്കളും സഹോദരനൊക്കെയാണ്. ഇവർക്കൊപ്പമാണ് നമ്മുടെ കേരളത്തിന്റെ ലക്ഷ്മി അമ്മാൾ ഫുട്ബോൾ കളിക്കുന്നത്.